ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാനും ഭയങ്കര സിമ്പിളാണ്, എന്നാൽ കഴിക്കാനും നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 4 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. എത്രയും നന്നായി വേവിക്കാമോ അത്രയും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളകുമാണ്. പച്ചമുളകും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. ഞാനിവിടെ ഈ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1 നുള്ള് പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ കിഴങ്ങ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചില കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്താലും ചെറുതായിട്ടൊരു വെള്ളം ഊറി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കിഴങ്ങും മിക്സും ഒക്കെ നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അത്രയും ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഞാനിവിടെ ഇതുപോലെ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അത്രയും ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇത്രയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് ഒരു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയെടുത്തതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു പകുതി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ബോൾസ് ആക്കി എടുക്കണം. ഈ ഒരു കിഴങ്ങിന് കോട്ടിങ് ആവശ്യമുള്ളവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുത്ത ആ ഒരു മിക്സിയിലേക്ക് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് കോട്ട് ചെയ്തെടുത്താൽ മതി. കിഴങ്ങ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നേരെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എത്ര എണ്ണമണ്ണോ ചെയ്തെടുക്കാനുള്ളത് അത്രയും ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതാ വീണ്ടും കുറച്ച് കിഴങ്ങെടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു സമൂസ ഷീറ്റിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ, കഴിക്കാനും ഒരു നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നെ ഒരുപാട് സമയത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പലഹാരം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല, ഇത് കിഴങ്ങും ഈ ഒരു കോട്ടിങ്ങും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ച് 1 മിനിറ്റും കൂടെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടും. അതിൽ കൂടുതലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ 2 സൈഡും കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ ഞാനിതാ ഫ്രൈ ചെയ്ത് ഓരോന്നോരോന്നായി എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.